ഒരു റൈഡിന് പോവാണ്. ഇന്നത്തെ റൈഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ റൈഡിൽ നമ്മളൊരു പേ ഔട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം പേ ഔട്ട് പ്ലസ് റൈഡ്. യാ, ലെറ്റ്സ് ഗോ. ഞാൻ അങ്ങോട്ടേക്കാണ് പോകാൻ നോക്കുന്നത്. വർക്കല, മറ്റേ കാപ്പിൽ ബീച്ചിലെ ക്ലിഫ് അതുകൊണ്ടൊക്കെയാണ്. നോക്കാം. കുറച്ച് കാര്യങ്ങൾ എനിക്ക് അവിടെ വച്ച് പറയാനുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ പറഞ്ഞ് അലമ്പാക്കുന്നില്ല. വീഡിയോയുടെ ലെങ്ത് എപ്പോഴും കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വട്ടം ഞാൻ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. സോ ഒന്നുമില്ല, ഒരു ട്രേഡിഫൈയുടെ 150K ഒരു അക്കൗണ്ടിൻ്റെ ഒരു വിഡ്രോവൽ ഉണ്ട്. $3,000 എന്തോ ആണ് വിഡ്രോവൽ. 3,000 നിന്ന് നമുക്ക് സ്പ്ലിറ്റ് കഴിഞ്ഞിട്ട് ഒരു $2,700 ആക്ച്വലി നമുക്ക് വിഡ്രോവൽ എടുക്കാൻ കഴിയുക. അപ്പോൾ ആ പ്രോസസ്സും അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇതിനെ റിലേറ്റഡും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. മഴ വേണം, മഴ ഉണ്ടായതല്ലേ, മഴ വേണം. എത്ര രൂപയ്ക്ക് അടിക്കണം? 500 രൂപയ്ക്ക് അടിക്കാം. പെട്രോളിന് 114 രൂപ. ഇലക്ട്രിക് വണ്ടി എടുക്കാനാണ് 500. ഇലക്ട്രിക് വണ്ടി എടുക്കാനാണെങ്കിൽ തോന്നുന്നില്ല. ഇലക്ട്രിക് വണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ കാറിൻ്റെ കാര്യം ഉദ്ദേശിച്ചത്. ഓക്കെ. സോ ദാറ്റ്സ് ഓക്കെ. അപ്പം നമുക്ക് ട്രേഡിഫൈയിലാണ് പേ ഔട്ട് ഉള്ളത്. പേ ഔട്ട് നടന്ന് അലിക്കുമല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു. വണ്ടിയുടെ ലുക്കൊന്നും കൂടെ കാണാം. എന്തായാലും വണ്ടി നിർത്തിയിട്ടേക്കില്ല. ഈ ടോപ്പ് ബോക്സ് വെക്കുന്നത് എനിക്ക് ആക്ച്വലി ഇഷ്ടമല്ല. പിന്നെ വേറെ വഴിയില്ല, ലാപ്ടോപ്പും കാര്യം. 500. അങ്ങനെ പിടിക്കണം. അതിനകത്തല്ലേ പേയ്മെൻറ്റ് ചെയ്യണം? ഞാൻ വർക്കല. ചുമ്മാ പോവങ്ങ്. മഴയായതല്ലേ, നമ്മൾ മഴയത്തല്ലേ ഓടിക്കാൻ ഇഷ്ടം. പിന്നെ വെയിലത്ത് നമുക്ക് പോകാൻ പറ്റുമോ സ്കൂട്ടറിൽ? ജോലിയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ നടക്കുന്നു. ജോലിയും കൂലിയൊന്നും ഇല്ല. പിന്നല്ലാതെ അച്ഛനമ്മയെ ആശ്രയിക്കുന്നില്ല. എനിക്ക് വേണ്ടുള്ളത് ഞാൻ തന്നെ കണ്ടെത്തുന്നുണ്ട്. ഞാൻ ട്രേഡർ. അറിയാവോ? ട്രേഡിങ് കേട്ടിട്ടുണ്ടോ? ചെയ്യുന്നുണ്ടോ? ചെയ്തിട്ടുണ്ട്. ശരി. അടിച്ചു പൊളിയൊന്നുമില്ല, പോവാ വരിക. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിങ്ങനൊന്നും സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാത്ത ആളാണ്. അതാണ് ഏറ്റവും വലിയൊരു കോമഡി. എന്നോട് തന്നെ എനിക്കിപ്പോൾ റെസ്പെക്റ്റ് തോന്നുന്നു. അയ്യോ ഇപ്പോൾ പറ്റിയേനെ. ഞാനങ്ങനൊന്നും ആൾക്കാരോട് സംസാരിക്കുന്നില്ല. ഇപ്പം ഞാൻ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്, എനിക്ക് തന്നെ ഞാൻ തന്നെ ആണോന്ന് തോന്നുക. സത്യം പറയാലോ, ട്രേഡിംഗ് ആണ് എന്നെ മാറ്റിയെടുത്തത്. ട്രേഡിങ് കാരണം എനിക്ക് കുറേ ആൾക്കാരോട് സംസാരിക്കേണ്ടതായിട്ട് വന്നു, കുറേ ആൾക്കാരോട് ലൈക്ക് മിങ്കിൾ ചെയ്യേണ്ടതായിട്ട് വന്നു. ഇതെല്ലാം എന്നെ ആക്ച്വലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ചേച്ചി ചോദിച്ചു കേട്ടോ, വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്താണോ ജീവിക്കുന്നത്, അച്ഛനും അമ്മയെ ഊറ്റി ജീവിക്കുമെന്ന്. ലൈക്ക് ഞാൻ വിചാരിച്ച് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ജോലിയും കൂലിയൊന്നും ഇല്ലെന്നുള്ളത്. കാര്യം നമ്മളെന്തിനാ ഓക്കെ, അവരെ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി ജീവിതത്തിൽ കാണുമോ ഇല്ലെന്ന് പോലും എനിക്കറിയത്തില്ല. അവരെന്നെ പറ്റി എന്ത് ചിന്തിച്ചാലും ഐ ഡോണ്ട് കെയർ. അപ്പം പിന്നെ കൂടുതൽ ടൈം കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എൻ്റെ എനർജി അവിടെ വെറുതെ കളയുന്നേക്കാളും ബെറ്റർ അല്ലേ? ബിക്കോസ് അവരുടെ ഇമ്പ്രഷൻ കിട്ടിയിട്ട് ഞാൻ അങ്ങനെ നെഗറ്റീവായിട്ട് പറയല്ല. എനിക്ക് ലൈക്ക് ഐ ചൂസ് ടു സേവ് മൈ എനർജി എന്നുള്ളതേ ഉള്ളൂ. പണ്ടൊക്കെ തുടക്കത്തിലൊക്കെ ഞാനിങ്ങനെ എൻ്റെ റിലേറ്റീവ്സിനോടൊക്കെ വാദിക്കുമായിരുന്നു, ട്രേഡിങ് അതല്ല ഇതല്ല, നിങ്ങൾ ചിന്തിക്കുന്ന പോലത്തെ ഗാംബ്ലിങ് അല്ല, അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഓക്കെ ശരിയാ, നിങ്ങൾ പറയുന്നത് എല്ലാം കറക്റ്റാണ്. ഞാൻ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ലല്ലോ. ആസ് ലോങ് എനിക്ക് വേണ്ട ഫുഡ് ഞാൻ തന്നെ കണ്ടെത്തുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതിനെപ്പറ്റി പറയിടാവുന്നത്? എനിക്ക് വേണ്ടവരെ ഞാൻ ടേക്ക് കെയറും ചെയ്യുന്നുണ്ട്. ദെൻ ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്താ? നിങ്ങൾ ആകെ നോക്കേണ്ടത് അത് ആക്ച്വലി ലൈക്ക്
ആരെങ്കിലും ഹേർട്ട് ചെയ്യുന്നുണ്ടോ, ഇത് ലീഗലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ദാറ്റ്സ് ഓൾ ഇറ്റ്. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ എന്നെ നേരത്തെ പടമാക്കാൻ നോക്കിയത്. കുറച്ച് പബ്ലിക് ഒപ്പീനിയൻ എടുക്കാമായിരുന്നല്ലേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചേട്ടാ. ഇങ്ങോട്ട് നോക്കിയാ വരുന്നത്. ഓക്കെ. സോ അതാണ് നമ്മുടെ കാര്യം. ബാക്കി കാര്യമൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഈ പോകുന്ന വഴി പ്രത്യേകിച്ച് കാണാനുള്ള അടിപൊളി സീനിക് റൂട്ടൊന്നും അല്ല, ഫുള്ള് ഹൈവേ ആണ്. ഹൈവേ അല്ലാതുള്ള കാട്ട് റോഡോ കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ട് ആക്ച്വലി അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ വീഡിയോയുടെ ലെങ്ത് എന്ന് പറയുന്നത് 1/2 മണിക്കൂർ 1 മണിക്കൂർ കൂടുതലൊക്കെ പോകും. അപ്പോൾ ശരി, എന്നാൽ ബാക്കി കാര്യമൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. സോ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഭയങ്കര വെയിലാണ്. ഞാൻ മഴയെന്ന് പറഞ്ഞാൽ ബൈക്കെടുത്ത് വന്നേ, ഒരു സുഖമില്ല. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഹിമാലയം കൊണ്ട് പോകുന്നൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോവാം. അങ്ങോട്ടേക്ക് പോയിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. പോട്ടെ. ഓക്കെ. ഓക്കെ. ഓക്കെ, കൊള്ളാം കേട്ടോ. പക്ഷേ നല്ല വെയിലുണ്ടേ. അയ്യോ, അല്ലെങ്കിലും അങ്ങനെ ഞാനെവിടെയും മഴയാണെന്ന് പറഞ്ഞ് പോകുമ്പോൾ വെച്ചാൽ അവിടെ വെയിലായിരിക്കും മെജോറിറ്റി ടൈം. പിന്നെ മഴയും കിട്ടാറുണ്ട്, ഇല്ലെന്നല്ല. ഈ ഒരു സ്ഥലം ഓടിക്കാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ച് നാൾ മുന്നേ വന്നിട്ടുണ്ട്. 2-3 വട്ടം വന്നിട്ടുണ്ട്. ഹിമാലയൻ എടുത്ത സമയത്ത് എൻ്റെ ഒരു ഫേവറേറ്റ് യൂട്യൂബർ ഉണ്ട്, ആസ്ട്രോണോട്ട് ഓൺ റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള, തിരുവനന്തപുരത്തുള്ള ഗൗതം. സോ ആളിതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നാണ് ആക്ച്വലി ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ അപ്പം മുതൽ ഞാൻ എപ്പോഴും ഇവിടെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. വീട്ടിൽ നിന്ന് അടുത്ത ഒരു 60-70 കിലോമീറ്ററല്ലേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വണ്ടി ഇവിടെ നിന്ന് വെച്ചിട്ട് ഇതിൻ്റെ വ്യൂവും കൂടെ ഒന്ന് കാണാം. വണ്ടി ഇവിടെ വെച്ചിട്ടേ ബൈക്കിൻ്റെ വ്യൂ. ടോപ്പ് ബോക്സ് ഉണ്ടായതുകൊണ്ട് എനിക്ക് ടോപ്പ് ബോക്സ് വെക്കുന്ന വലിയ ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. റൈഡിങ് കംഫർട്ടും പോവും, വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്കും പോവും. ബട്ട് സ്റ്റിൽ പ്രാക്ടിക്കാലിറ്റി വെച്ച് നോക്കുമ്പോൾ ടോപ്പ് ബോക്സ് ആകുമ്പോൾ ലാപ്ടോപ്പും ടാബും കാര്യങ്ങളും ക്യാമറയെല്ലാം അതിൻ്റെ ഉള്ളിൽ ഇരുന്നോളും. ഒന്നിനെപ്പറ്റി ഓർത്ത് വറീഡാവണ്ട. വലിയ വെയിലില്ല കേട്ടോ, വെയിലുണ്ട് പക്ഷേ വലിയ വെയിലില്ല. നമുക്ക് അവിടെ വരെ പോയിട്ട് നമുക്ക് തിരിച്ച് പിന്നെ അവിടെ പോയിട്ട് നമുക്ക് പേ ഔട്ട് എടുക്കാം. ഓക്കെ. സോ അവിടെ വരെ ഇങ്ങോട്ട് പോയിട്ട് വരാം. എന്നിട്ട് പിന്നെ തിരിച്ചിവിടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നമുക്കിവിടെ എവിടെയെങ്കിലും ബൈക്ക് സെറ്റ് ചെയ്ത് തണലത്തിരുന്നിട്ട് നമുക്കത് സംസാരിക്കാം. ഓക്കെ. ബ്യൂട്ടിഫുൾ. ഓക്കെ. കഴിഞ്ഞ വട്ടം ഞാനിവിടെ വന്നപ്പോൾ ഞാനിവിടെ വീണിട്ടുണ്ട്. ഇവിടെ അത് അപ്പുറത്ത് എവിടെയോ ഞാൻ വീണു. ഈ സൈഡ് ഉണ്ട്, ആൾക്കാർ കുറേ ഉണ്ട്. നമുക്ക് ആൾക്കാരില്ലാത്ത സ്ഥലമാണ് വേണ്ടത്. ഓക്കെ. ഇന്ന് ശനിയാഴ്ചയാണേ. ഇന്നലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വീക്ക് NFP വീക്കായിരുന്നു. ഈ കഴിഞ്ഞ വീക്ക്, അതായത് ഇന്നലെ NFP ഡേ ആയിരുന്നു. അപ്പം ഞാൻ പേ ഔട്ട് റിക്വസ്റ്റ് കൊടുക്കാഞ്ഞതാ. ഞാൻ വിചാരിച്ച് ഔട്ട് സൈഡ് എവിടെയെങ്കിലും പോയിട്ട് ആക്ച്വലി പേ ഔട്ട് എടുക്കാമെന്നുള്ള വേണ്ടി. ഇന്നലെ പിന്നെ എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് പേ ഔട്ടല്ല ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ. അതിനകത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതാണ് ആക്ച്വലി മെയിനായിട്ട് ചിന്തിക്കേണ്ടത്. ഇവിടെ അടിപൊളി സ്പോട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ എങ്ങനെ നിന്ന് വീഡിയോ എടുക്കാം. അതൊക്കെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് നെറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നെറ്റ് കിട്ടാതിരിക്കേണ്ട വഴിയൊന്നും ഇല്ലല്ലോ, നെറ്റുണ്ട്. ഞാൻ പണ്ട് കഴിഞ്ഞ തൊട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരാണ്ട് വളർത്തുന്നൊരു പട്ടി ഉണ്ടായിരുന്നേ. ഇങ്ങനെയുള്ള റോഡ് ഇതിനകത്തോടൊക്കെ ഇറക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ
ഒരു ദിവസം എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ചള്ളയുള്ള റോഡിൽ ഇറങ്ങി എൻ്റെ വണ്ടി അങ്ങ് ഇരുന്ന് പോയി, അതായത് കുഴിയിലങ്ങായിപ്പോയി. പിന്നെ എന്തും വേണ്ടി കഷ്ടപ്പെട്ടെന്നറിയാം, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അവിടെ. കഷ്ടപ്പെട്ട പിന്നെ വലിച്ചു പൊക്കി എടുത്ത് ഈ വണ്ടിയുടെ വെയിറ്റും കൂടെ കൂട്ടി എല്ലാം കൂടെ ഭയങ്കര പാടായിരുന്നു അത്. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ. നമുക്ക് ഇത് പോകുന്നത്രയും പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. എന്നിട്ട് നമുക്കിവിടെ അവൻ്റെയൊക്കെ ലൈഫ് ഒരു ടെൻഷനും ഇല്ല, കൺസിസ്റ്റൻസി റൂളില്ല, പേ ഔട്ട് ക്രൈറ്റീരിയ ഇല്ല, പ്രോഫിറ്റ് ടാർഗറ്റ് ഇല്ല, തിന്നുക ഉറങ്ങുക എണീക്കുക. പക്ഷേ അവർക്ക് ഇതുപോലെ ഹിമാലയൻ ഓടിക്കാൻ പറ്റത്തില്ല, ഇതുപോലെ ബൈക്ക് ഓടിക്കാൻ പറ്റത്തില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വരെ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങോട്ട് റോഡിൽ കയറുക, അതുകൊണ്ട് ഞാനിവിടെ നിന്ന് തിരിച്ചു പോവാ. കുറച്ച് ഏട്ടന്മാരിയ്ക്കുന്നു. അയ്യോ, ഇവിടെ അങ്ങനെ ഇരിക്കുക. അല്ല വേണ്ട, ഇവിടെ ബ്യൂട്ടിഫുൾ അല്ല. ഇവിടെ വരെ വന്നിട്ട് വെറുതെ നല്ലൊരു സ്ഥലത്ത് പോയിരുന്നില്ലെങ്കിൽ കാര്യമില്ലല്ലോ. ഒരു തണലുള്ള സ്ഥലം കിട്ടുമായിരുന്നു, അവിടെ വണ്ടി നിർത്താമായിരുന്നു. ഇവിടെ എല്ലാം വെയിലാണ്. മഴ പെയ്യാഞ്ഞത് നന്നായി. കാര്യം നമ്മൾ ഔട്ട്ഡോർ അല്ലേ, അതുകൊണ്ടേ മഴ പെയ്താൽ കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് എന്തായാലും നന്നായി. ഓഫ്, ഇവിടെ എവിടെയെങ്കിലും നിർത്താം. ഇവിടെ എവിടെയെങ്കിലും നിർത്താം. ഇവിടെ ഒരു തണലുണ്ട് ചെറുത്, ഇവിടെ നിർത്താം. ഓക്കെ, ഇത് കണ്ടോ, ഇത് വെച്ചപ്പോഴേ ഇത് താന്നു പോയി. ഇവിടെ ഒരു കല്ലെടുത്തിട്ട് വെക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. പൊക്കി എടുക്കേണ്ടി വരും അല്ലെങ്കിൽ. ആക്കെ അതവിടെ ഇരിക്കട്ടെ. സോ നമുക്കിനി ലാപ്ടോപ്പ് എടുത്ത് പേ ഔട്ട് എടുക്കാം. ലാപ്ടോപ്പ് അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്നത്. അതിനകത്ത് റെയിൻകോട്ടും ലാപ്ടോപ്പിൽ കൊണ്ട് സേഫായിട്ടിരുന്നോളൂ. ഫുൾ അഴുക്കായി. ഇങ്ങനെയൊക്കെ പേ ഔട്ട് എടുക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പേ ഔട്ട് എടുക്കുന്നതെന്നല്ല, ഇങ്ങനെ ഭ്രാന്ത് വീട്ടിലങ്ങനെ ഇരുന്നാൽ പോരെ നിങ്ങൾക്ക് വേണേൽ തോന്നും. ക്യാമറ ഊരട്ടെ. സോ നമ്മൾ പേ ഔട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ എന്തായാലും സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം, എന്നിട്ട് സ്ക്രീൻ റെക്കോർഡ് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. എനിക്കറിയാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലെന്നുള്ളത്. ഇവിടെ നോക്കണം, അവിടെ നോക്കണം, രണ്ട് ക്യാമറ ഉണ്ട്, നമുക്ക് എവിടെയെങ്കിലും നോക്കാം. പിന്നെ എന്നോട് ഇതെന്തോന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാധനം ഇത് ഹൈഡ്രേഷൻ ബാഗാണ്, വെള്ളമാണ് കണ്ടോ. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ദാഹിക്കും. അപ്പം ഞാനൊരു 10 കിലോമീറ്റർ ഇപ്പോൾ എവിടെ പോയാലും ഈ ഹൈഡ്രേഷൻ ബാഗ് എടുത്തിടും വെള്ളം കുടിക്കാൻ. ജാക്കറ്റ് ഞാനിന്ന് ഇട്ടില്ല, എന്തോ ഞാൻ ഇട്ടില്ല, എനിക്ക് പെട്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ജാക്കറ്റ് ഇടാതെ റൈഡിന് പോകുമല്ലോ. ഓക്കെ, സേഫ്റ്റി മുഖ്യം. ഞാൻ ചാട്ടിലോട്ട് പോവാണ്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം, അതിന് മുന്നേ വൈഫൈ കണക്ട് ചെയ്യണം. പേ ഔട്ട് എടുക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, എന്നിട്ട് പേ ഔട്ടിലേക്ക് പറ്റി സംസാരിക്കും. അപ്പോൾ ഞാൻ പേ ഔട്ട് എടുക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ബാക്കി കാര്യം ഞാൻ പറയാം. ഓക്കെ, നമുക്ക് അക്കൗണ്ട്സിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് റിക്വസ്റ്റ് പേ ഔട്ടിലോട്ട് പോവാണ്. ഇതിപ്പം നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എമൗണ്ട് എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് മിനിമം വിഡ്രോവൽ എന്ന് പറയുന്നത് 1000ഉം മാക്സിമം വിഡ്രോവൽ എന്ന് പറയുന്നത് 3000ഉം ആണ്. ഇവിടെ ഞാൻ മാക്സിമം വിഡ്രോവൽ തന്നെ കൊടുക്കുകയാണ്. 3000 ഓക്കെ, $3,000 വിഡ്രോവൽ കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വെച്ച് കഴിഞ്ഞാൽ യു ഗെറ്റ് 2700. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക്
10% കമ്മീഷൻ ട്രേഡിഫൈക്ക് പോകും. അപ്പം അതാണ് നമുക്ക് $300 വരുന്നത്. ഇനി റിക്വസ്റ്റ് പേ ഔട്ട് കൊടുക്കുകയാണ്. റിക്വസ്റ്റ് പേ ഔട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മേക്ക് ഷുവർ യു വിൽ ഗെറ്റ് ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ചൂസ് പേയ്മെൻറ്റ് മെത്തേഡ് ലേറ്റർ, അപ്പം കൺഫേം കൊടുക്കുക. അപ്പം പേ ഔട്ടിന് റിക്വസ്റ്റ് പോയിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ റൈസിലേക്ക് ആക്ച്വലി റൈസിലേക്ക് വിഡ്രോവൽ വരും. ആക്ച്വലി റൈസിലേക്കാണ് ഇതിനകത്ത് പേയ്മെൻറ്റ് വിഡ്രോവൽ എടുക്കുന്നത്, പേ ഔട്ട് വിഡ്രോവൽ എടുക്കുന്നത്. ഓക്കെ, സോ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അത് റിവ്യൂ ആയി ലൈക്ക് അത് റൈസിലേക്ക് സെൻഡ് ആകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അതാണ്, അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് അണ്ടർ വ്യൂ ആണ്. ഇത് നമ്മൾ എം എഫ് എഫിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി ഇത് കുറച്ചുകൂടെ ടൈം എടുക്കുന്നുണ്ട്. ലൈക്ക് MFF ഒക്കെ 0 സെക്കൻഡ് പേ ഔട്ടായി. ഈ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ഹിറ്റ് ആവുന്ന സമയമായി. പക്ഷേ ഇതിപ്പം റിവ്യൂ ആയി, അണ്ടർ റിവ്യൂ കഴിഞ്ഞതിന് ശേഷം നേരെ റൈസിലേക്ക് വിഡ്രോ വരും. റൈസിൽ നമുക്കൊരു ഇൻവിറ്റേഷൻ വരും, ഒരു ഇൻവോയ്സ് ഇൻവിറ്റേഷൻ വരും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് റൈസിലേക്ക് പേയ്മെൻറ്റ് വരും. എന്നിട്ടാണ് ആക്ച്വലി അവിടെ നിന്നുള്ള വിഡ്രോയും കാര്യങ്ങളൊക്കെ. സോ ഇതിനകത്ത് ഇനി വേറെ പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല. സോ ദാറ്റ്സ് ഓൾ ഇറ്റ്. യാ, അതായിരുന്നു പേ ഔട്ട്. പേ ഔട്ടിനകത്ത് വേറെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. അത് അത്രയേ ഉള്ളൂ. നേരെ പോവുക, റിക്വസ്റ്റ് കൊടുക്കുക, നമ്മുടെ റൈസിലേക്ക് നമുക്കൊരു കൺഫർമേഷൻ വരും, അത് കൊടുക്കുക. പിന്നെ വിത്തിൻ ദ ടൈം ഓഫ് വൈൽ അത് നമ്മുടെ റൈസിലേക്ക് ക്രെഡിറ്റ് ആവും. പിന്നെ അവിടെ നേരെ ബാങ്ക് അക്കൗണ്ടിലിട്ട്. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഈ യൂഷ്വലി അത് ടൈം എടുക്കും. ലൈക്ക് ഇപ്പം MFF ഒക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പേ ഔട്ടിന് വേണ്ടിയിട്ട സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഞാൻ റിക്വസ്റ്റ് കൊടുത്തു, ഒരു മിനിറ്റിനുള്ളിൽ എൻ്റെ റൈസിലേക്ക് പേയ്മെൻറ്റ് വന്നു. പിന്നെ അവിടുന്ന് ബാങ്ക് അക്കൗണ്ടിലുള്ളതെന്ന് പറയുന്നത് ഒരു 5 to 10 മിനിറ്റിനുള്ളിൽ പരിപാടി കഴിഞ്ഞു. പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല. ലൈക്ക് ഞാൻ പറയുന്നതേ ഉള്ളൂ, രണ്ടുകൂടെ കമ്പാരിസൺ ഞാൻ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഈ പാർട്ടിൽ, അതായത് ഈ ഒരു വീഡിയോയുടെ ഈ ഒരു പാർട്ട് മുതൽ അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ആക്ച്വലി മെയിനായിട്ട് ഈ വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കണ്ടൻറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് ഇപ്പം ലൈക്ക് കുറച്ചേറെ കാര്യങ്ങൾ ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ പേ ഔട്ട് എടുക്കുക എന്ന് പറയുന്നത് ലൈക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ലൈക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് എത്രത്തോളം അതിന് പുറകിൽ ഹാർഡ് വർക്ക് നമ്മൾ ആക്ച്വലി ചെയ്തിട്ട് വേണം ഇതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളൊരു ചിന്താഗതി. ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു തോട്ടാണ്, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ ഞാൻ എത്ര കാര്യങ്ങൾ ചെയ്തിട്ടും മറ്റുള്ളവർക്ക് കിട്ടുന്ന പോലെ ഒരു ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അൺലക്കിയാണ്, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഒരു തുടക്കകാലത്ത് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ തുടക്കകാലത്തല്ല ഇപ്പോഴും ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെന്തൊരു ലക്കിയാണ്, അവൻ്റെ എന്തൊരു ലക്കാണ്, അവൻ ട്രേഡ് ചെയ്യുന്നു, അവൻ പൈസ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നു. ഇതൊന്നും അത്ര സിമ്പിൾ കാര്യമല്ല. ഈ വെയിലത്ത് ഇത്രയും വെയിലത്ത് ട്രാവൽ ചെയ്യുക, നിങ്ങൾ കാണുന്നവർക്കെല്ലാം ഇത് അടിപൊളിയായിട്ട് തോന്നും. പക്ഷേ ഇത് ഇഷ്ടമായിട്ട് ചെയ്യുന്നതാണ് ഒരു കാര്യം നോക്കുമ്പോൾ. പക്ഷേ ഇതൊന്നും അത്ര സിമ്പിൾ കാര്യമല്ല. ഇവൻ ട്രേഡിങ്ങിലായാലും സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന പറയുന്നത് ട്രേഡിങ് അത്ര സിമ്പിൾ ആയതുകൊണ്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ ഒരു കാര്യം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ട്രേഡിങ് ഇഷ്ടം ഉണ്ടായിട്ട് ചെയ്യുന്നതൊന്നുമല്ല. ചിലരൊക്കെ പറയുന്നത് കേൾക്കാം ട്രേഡിങ് ഭയങ്കര പാഷനാണ്. എന്ത് പാഷൻ? പൈസ കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പാഷൻ എന്ന് പറയുന്നത് നമ്മൾ അത്ര ലൈക്ക് ട്രേഡിങ്ങിൽ നിന്ന് നമുക്കൊരു ക്യാഷ് കിട്ടും എന്നുള്ളൊരു തോട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. കാര്യം നമുക്ക് ഈ ഒരു സാധനം ഇപ്പം നമുക്ക് ക്രിക്കറ്റ് കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി വെച്ചിട്ട് നമുക്കൊരു ഡോപ്പമൈൻ കിക്ക് കിട്ടും. അതേപോലുള്ളൊരു സാധനമല്ല ഇതൊരു ആക്ടിവിറ്റി. ഇതൊരു സ്റ്റബേൺ ആയിട്ടുള്ള ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്ന ആ റിവാർഡിൽ മാത്രമാണ് നമുക്ക് ഡോപ്പമൈൻ കിക്ക് കിട്ടുക. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ലക്ക് എന്ന് പറയുന്നൊരു കാര്യത്തെ പറ്റിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നിർഭാഗ്യം കെട്ടവനാണ് ഞാൻ. അങ്ങനെ വേണമെങ്കിൽ എനിക്ക് ഓപ്പണായിട്ട് പറയാം. കാര്യം ഇന്ന് മഴയാണെന്ന് വിചാരിച്ചിട്ടാണ് മഴ നനയാൻ വേണ്ടി ബൈക്ക് എടുത്ത് വന്നത്. ഇത്രയും വെയിലാണ് ഞാൻ കാറിലേ വരത്തുള്ളൂ. എനിക്ക് വെയിലത്ത് വണ്ടി ഓടിക്കാനും പറ്റത്തില്ല. മഴ എത്ര വേണമെങ്കിലും ഞാൻ ബൈക്ക് ഓടിക്കും. അപ്പം ഇതെന്താ എൻ്റെ ലക്കാണോ, എൻ്റെ ഭാഗ്യമാണോ? അല്ലല്ലോ. ഇങ്ങനെ എത്ര കാര്യങ്ങൾ. ഒരിക്കലും ലക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ്. അതൊരിക്കലും നിങ്ങളുടെ ഡെസ്റ്റിനി ഡിറ്റർമിനേഷൻ ചെയ്യുന്ന ഒരു സാധനമല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ കുറച്ച് ആൾക്കാർ പറയുന്ന കാര്യമാണ്, എനിക്ക് മോട്ടിവേഷൻ അല്ല, എനിക്ക് മോട്ടിവേഷൻ കിട്ടുന്നില്ല, ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം ഇല്ല. ലൈക്ക് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അതങ്ങനെയാണ് ആക്ച്വലി. ഇത് എല്ലാവർക്കും മോട്ടിവേഷൻ ഉണ്ടായിട്ടാണ് ഈ കാര്യം ചെയ്യുക. അവിടെയാണ് ഡിസിപ്ലിൻ്റെ പാർട്ട് വരുന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും അതിനെ ഇഗ്നോർ ചെയ്ത് കളയല്ല. നമുക്കൊരു മോട്ടിവേഷൻ വേണം. ഒരു മോട്ടിവേഷൻ, നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ഇതിൻ്റെ തുടക്കത്തിൽ കിട്ടുന്ന ആ ഒരു 5 സെക്കൻഡ് പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടല്ലോ,
ആ ഒരു മോട്ടിവേഷൻ നമുക്ക് ഒബ്വിയസ്ലി എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, മെയിനായിട്ട് എനിക്കിതാണ് പറയാനുള്ളത്. ഡോണ്ട് എവർ ഡൗട്ട് യുവർ സെൽഫ്. നിങ്ങളുടെ ഹാർഡസ്റ്റ് ടൈം നിങ്ങൾക്ക് ലൈഫിൽ ട്രേഡിങ്ങിലായാലും ഉണ്ടാവും. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ എന്നെ റോൾ മോഡലായിട്ട് എടുത്തോ. കാര്യം നിങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരാണ്? നിങ്ങൾ ഫൈനാൻഷ്യലി ഭയങ്കര ഡൗണിൽ നിൽക്കുന്ന ആൾക്കാരാണോ? നിങ്ങൾ മെൻ്റലി ഡൗണിൽ നിൽക്കുന്ന ആൾക്കാരാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ എല്ലാം നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്നെ റോൾ മോഡൽ എടുക്കാം. കാര്യം ഐ ഗോൺ ത്രൂ ഓൾ ദീസ് സിറ്റുവേഷൻസ്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്, എന്നെ ഒരു മനുഷ്യനും എൻ്റെ തുടക്കകാലത്ത് ഒരു മനുഷ്യനും വീട്ടിൽ നിന്നായാലും അല്ലെങ്കിൽ ഈ ഫ്രണ്ട് സർക്കിൾ, എനിക്ക് അങ്ങനെ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല, അല്ലെ കസിൻ സൈഡോ, അങ്ങനെ ആരും എന്നെ ഒന്നും ഹെൽപ്പ് ചെയ്യാനില്ലായിരുന്നു. തുടക്ക സമയത്താണെങ്കിൽ ആരും ഓക്കെ കുഴപ്പമില്ല, ഓക്കെ യു വിൽ ഗെറ്റ് ഇറ്റ് എന്ന് പറയാൻ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു പറയുന്നത്. അതായത് നീ ഇതും കുത്തി പിടിച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം, നിനക്ക് ഇതിനകത്തൊന്നും എന്തുണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു മനുഷ്യൻ പോലും എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടില്ല. അപ്പോഴും ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത്, ഐ ബിലീവ്ഡ് ഇൻ മൈ സെൽഫ്. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം ലൈക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഗ്ലാഡ് ടു സേ ദിസ്, താങ്ക് ഗോഡ് ഐ എം ലിവിങ് മൈ ഡ്രീം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു 5 വർഷം മുന്നേ ഞാൻ എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത്, അല്ലെ എൻ്റെ ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചിരുന്നോ അതുപോലെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് എനിക്കിഷ്ടമുള്ള സ്ഥലത്ത് പോകാൻ കഴിയുന്നുണ്ട്. എനിക്ക് അങ്ങനെ അത്ര വലിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ എനിക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ എനിക്ക് വേണമെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് മേടിക്കാൻ കഴിയുന്നുണ്ട്, താങ്ക് ഗോഡ്. സോ ഇതെല്ലാം എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ട്രേഡിങ്ങിലോട്ട് വന്നതുകൊണ്ട് മാത്രമാണെന്ന് വേണം എനിക്ക് പറയാം. കാര്യം ഒരു പ്രൈവറ്റ് കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സെക്ടറിലോ എല്ലാം ഞാൻ ജോലി ചെയ്തിരുന്നെങ്കിൽ ഐ നീഡ് ടു സേവ് മൈ മണി എന്നുള്ളൊരു സംഭവത്തിലോട്ടൊക്കെ ചിന്തിച്ച് വേണം എനിക്ക് ഒരു കാര്യം ചെയ്യാനൊക്കെ. പക്ഷേ ട്രേഡിങ്ങിനും അതിൻ്റേതായിട്ടല്ല, ഒരു ട്രേഡർ ആയതുകൊണ്ട് മാത്രമുള്ള കുറേ ഡിസഡ്വാൻറ്റേജും എനിക്കുണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫിൽ. അതും ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ തുടക്കകാലത്ത് നിങ്ങൾ ഈ ചിന്തിക്കുന്ന ഒരു കാര്യവും എനിക്ക് എന്നെ ലക്ക് ഫേവർ ചെയ്തിട്ടില്ല, എന്നെ ഫാമിലി എന്നെ ടേക്ക് കെയർ ചെയ്തിട്ടില്ല. ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്ന്, ഇപ്പോൾ എൻ്റെ മെൻറ്റർഷിപ്പിലൊക്കെ ആൾക്കാർ വന്നിട്ട് മെൻറ്റർഷിപ്പിൽ ജോയിൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ആദ്യം അവരോട് ചോദിക്കുന്ന കാര്യമാണ്, എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടുകാർ ഇതിനെ നോക്കിക്കാണുന്നത് എന്നുള്ള ഒരു കാര്യം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാര്യം നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന പ്രഷർ ഭയങ്കര കൂടുതലാണ്, ഇതിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ടും അവിടെ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ നിങ്ങൾ അത്രത്തോളം മെൻ്റലി പ്രിപ്പയർഡ് ആൻഡ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. അവിടെയാണ് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയോട് എനിക്ക് ഇത്ര റെസ്പെക്റ്റ് വരുന്നത്. കാര്യം ലുക്കിംഗ് ബാക്ക് ടു മൈ ഓൾഡർ സെൽഫ്, എനിക്ക് എൻ്റെ ഓൾഡർ സെൽഫിനോടുള്ള റെസ്പെക്റ്റ് പോലെ എനിക്ക് ഇന്നും വരെ ഒരു മനുഷ്യനോടും തോന്നിയിട്ടില്ല. കാര്യം എത്ര പേരെന്നോട് പറഞ്ഞിട്ടുണ്ടെന്നറിയാം, എത്ര ബാഡ് സിറ്റുവേഷൻസ് എൻ്റെ ലൈഫിലുണ്ടെന്നറിയാം ഈ ട്രേഡിങ് കളഞ്ഞിട്ട് പോകാനായിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ ഐ ബിലീവ്ഡ് ഇൻ മൈ സെൽഫ്. അല്ലെങ്കിൽ എനിക്കിത് എന്തോ ഒരു ലൈക്ക് ഞാനിപ്പോൾ ഓപ്പണായിട്ട് പറയാം, എനിക്ക് അന്നത്തെ ആ ഒരു മോട്ടിവേഷനോ അന്നത്തെ ആ ഒരു ലെവലും മൈൻഡ് സെറ്റൊന്നും എനിക്ക് ഇപ്പോൾ പോലും ഇല്ല. ലൈക്ക് ഒരു ഫെയ്റ്റ് പോലെയൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. ഞാൻ പല കാര്യങ്ങളിലും ഞാൻ ഐ ഡോണ്ട് ഗിവ് എ ഫക്ക് എന്നുള്ള ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ മൈൻഡിലെടുത്തേ മുമ്പോട്ട് പോയിട്ടുണ്ട്. പലപ്പോഴും അത്ര ഫ്ലോപ്പായിട്ടിരുന്ന സമയത്തും ഓക്കെ ആ സിറ്റുവേഷൻ അങ്ങനെ ഓവർകം ചെയ്യും, ദെയർ വിൽ ബി എ ഗുഡ് ടൈം ടുമാറോ എന്നുള്ളൊരു സംഭവം എൻ്റെ മൈൻഡിൽ എനിക്ക് എപ്പോഴും കിക്ക് ഓൺ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഞാൻ അധികം വലിച്ചു നീട്ടി അലമ്പാക്കുന്നില്ല. ഇഫ് യു ആർ ഇൻ യുവർ സ്ട്രഗ്ലിംഗ് പീരീഡ്, കീപ് ദിസ് ഇൻ മൈൻഡ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം, നോട്ട് ദ പോയിന്റ്. ഇനി എനിക്ക് അങ്ങോട്ട് പറയാനുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം കറക്റ്റ് ആയിരിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പോകാക്കെ ഫോൺ എടുത്തുണ്ട്, ചെറിയ ട്രൈപ്പോടെ വേണേൽ കാക്ക വന്ന് കൊത്തിക്കൊണ്ട് പോകും. അപ്പം നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം എല്ലാം വെറുതെയാണ് ആക്ച്വലി ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ റോങ് വേ. കാര്യം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആണ്, നിങ്ങൾ ഡിസിപ്ലിൻഡ് ആണ്, നിങ്ങൾ എല്ലാ കാര്യവും പക്കയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് കറക്റ്റ് അല്ല എങ്കിൽ, അതായത് ഇപ്പം ഇഫ് യു ആർ നോക്കിങ് ഓൺ എ റോങ് ഡോർ, അത് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യമായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 പെട്ടി കൊണ്ടുവച്ചിട്ടുണ്ട്, ഇത് രണ്ട് പെട്ടിയാണെന്ന് വിചാരിക്കുക, ഇത് എഴുതും ഏതെങ്കിലും ഈ 3 പെട്ടിയാണ്. ഈ മൂന്ന് പെട്ടിക്കകത്ത് എനിക്ക് വേണ്ട സാധനം ഇതിനകത്ത് ഏതോ ഒരെണ്ണത്തിലുണ്ട്, എനിക്കറിയത്തില്ല ഇതിനകത്താണ് ഉള്ളതെന്നുള്ളത്. പറഞ്ഞ് മനസ്സിലായോ? അപ്പം ഞാൻ റോങ് പെട്ടിയിലാണ് മുട്ടി അത് പൊട്ടിച്ച് തുറക്കുന്നതെങ്കിൽ അതിനകത്തൊന്നും ഇല്ലെങ്കിൽ എന്താണ് കാര്യം? ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് എല്ലാ ദിവസവും ഡിസിപ്ലിൻഡ് ആയിട്ട് ഇത് വന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദി ടൈം അത് ക്രാക്കാവും, എനിക്ക് അതിനകത്ത് സാധനം എടുക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ഞാൻ ഉദ്ദേശിച്ച സാധനം ഇല്ല എങ്കിൽ, ഞാൻ ഇതിനകത്ത് പോയ ഡിസിപ്ലിൻ ആയിരുന്നു, കൺസിസ്റ്റൻ്റ് ആയിരുന്നു, ഇതിനകത്ത് ഞാൻ എന്തായിരുന്നു,
സൂപ്പർ വെൽമിങ് ആയിരുന്നു, ബട്ട് എനിക്ക് അതിനകത്തൊന്നും റിസൾട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുപോലാണ് ട്രേഡിങ്ങിൽ എല്ലാ സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ മാർക്കറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ യൂട്യൂബിലോട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ടീച്ചിങ് കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. ഇൻ്റർനെറ്റ്, ഗൂഗിൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട്, യൂട്യൂബോ ഇൻസ്റ്റാഗ്രാം വേണമെങ്കിലും യൂസ് ചെയ്ത് വേണമെങ്കിൽ പഠിക്കാം. ചിലരൊക്കെ ഷോർട്സ്, ഹൗ ടു ലേൺ ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞ് ഷോർട്സ് വരെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലേ, ഇതിനകത്തുനിന്ന് ചൂസ് ദ റൈറ്റ് വൺ. ഇപ്പം കറക്റ്റ് സാധനം അതിനകത്തുനിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പഠിക്കുക. അതാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ, സെലക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സെറ്റപ്പും ഒരു സാധനവും റോങ് അല്ല. ഒരു സാധനവും റോങ് അല്ല അൺടിൽ നിങ്ങൾക്കത് വർക്കാവുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് വരെ. ചിലരുണ്ട് ലൈക്ക് ഇപ്പം ഹോപ്പാണ് അവരെ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പം ചിലർക്ക് ഒരു സെറ്റപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റത്തില്ല, ചിലർക്ക് അതിൽ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു എന്താണ് പറയണ്ടേ, ഇതാണോ, അല്ലെങ്കിൽ വേറൊരെണ്ണം കാണുമ്പോൾ അങ്ങോട്ടേക്ക് ചാടുക, വേറൊരെണ്ണം കാണുമ്പോൾ അങ്ങോട്ടേക്ക് ചാടുക എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ടെക്നിക്കൽ സെറ്റപ്പ് മാറ്റുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ ഒരു 4.5 വർഷത്തോളമായിട്ട് ഒരു ഒറ്റ സെറ്റപ്പ് ട്രേഡ് ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ പറയുവാണ്, കൺസിസ്റ്റൻസി ഓൺ എ പർട്ടിക്കുലർ തിങ് ക്യാൻ ലിറ്ററലി ചേഞ്ച് യുവർ ലൈഫ്. വാട്ട് എവർ യു ഡു, ബട്ട് യു ഷുഡ് ഹാവ് ദാറ്റ്, അല്ല ഒരു ബിലീഫ് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യം കറക്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം കറക്റ്റ് അല്ല, നിങ്ങൾ 4 എന്നല്ല 5 എന്നല്ല 15 വർഷം നിങ്ങൾ അതിനകത്ത് എഫേർട്ട് എടുത്താലും നിങ്ങൾ യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് പ്രോഫിറ്റബിൾ. ഐ എം ഷുവർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് പ്രോഫിറ്റബിൾ. ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല, എനിക്ക് ഉറപ്പാണ്. ആരും പറഞ്ഞു തരത്തില്ല. കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും എല്ലാം വേണം. പക്ഷേ ഇഫ് യു ആർ പുട്ടിങ് ഇറ്റ് ഓൺ റോങ് ഡയറക്ഷൻ, ലൈക്ക് ഇറ്റ് കൈൻഡ് ഓഫ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ്. നിങ്ങൾ നല്ല രീതിയിൽ ഭയങ്കര രീതിയിൽ എഫേർട്ട് എടുത്ത് നിൽക്കുന്നു, നിങ്ങൾ അവിടെ അങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു, പക്ഷേ അത് പോകുന്നത് നിങ്ങളുടെ എഫേർട്ട് മാറ്ററാണ്, നിങ്ങളുടെ ടൈം മാറ്ററാണ്, നിങ്ങളുടെ കൺസിസ്റ്റൻസി മാറ്ററാണ്. നിങ്ങളുടെ ക്യാഷ് നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടി കൊടുക്കുന്നു. ബട്ട് ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് ചീറ്റിംഗ് ഓൺ യു, അല്ലെങ്കിൽ ഈസ് നോട്ട് ദ റൈറ്റ് വൺ ഫോർ യു, ദ എഫേർട്ട് ദാൻ എവറിത്തിങ് ഈസ് ഫ്ലോപ്പ് അല്ലേ. അതേപോലെയാണ് ട്രേഡിങ്ങിൽ. ലൈക്ക് ട്രേഡിങ് ക്യാൻ ലിറ്ററലി റിലേറ്റ് വിത്ത് എ റിലേഷൻഷിപ്പ്. കാര്യം ഇറ്റ് ഹാസ് ഇമോഷൻ, ഇറ്റ് ഹാസ് ഹെൽ ലോട്ട് ഓഫ് ഇമോഷൻ. ആർക്കും, ഏത് മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് പറയാൻ പറ്റും, ഞാൻ ഓപ്പണായിട്ട് ബെറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ യൂട്യൂബിലാണല്ലോ വീഡിയോ ഇടാൻ പോകുന്നത്, ഓപ്പണായിട്ട് ഞാൻ ബെറ്റ് ചെയ്യാൻ പോവാണ്. ഇമോഷൻലെസ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും ഇമോഷൻ ഉണ്ട്. ബിക്കോസ് യു ആർ എ ഹ്യൂമൻ, യു ആർ നോട്ട് കോഡഡ് റോബോട്ട്. പറഞ്ഞ് മനസ്സിലാക്കുക. യു ഹാവ് ഇമോഷൻ. നിങ്ങൾക്ക് ഇമോഷൻ ഉണ്ട്. നമ്മൾ ഒരിക്കലും ഇമോഷൻലെസ് ആയിട്ട് ട്രേഡ് ചെയ്യാനല്ല പഠിക്കുന്നത്. നമ്മളവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇമോഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇവിടെ ചിന്തിക്കുന്നത് ഹൗ ടു മാനേജ് ദാറ്റ് കൈൻഡ് ഓഫ് ഇമോഷൻ, ഹൗ ടു ഓവർകം ദ ഫിയർ, ഹൗ ടു കൺട്രോൾ ദ ടെംപ്റ്റേഷൻ. റെക്കോർഡാവുന്നുണ്ടോ? ഹൗ ടു കൺട്രോൾ ദ ടെംപ്റ്റേഷൻ. ഈ കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി നിങ്ങൾ സൈക്കോളജിക്കലി പഠിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു, ഞാനിങ്ങനെ പിടിക്കുന്നതിന് പകരം ഒരു കമ്പ് കിടക്കുന്നു, ഞാൻ മൈക്കുണ്ടാക്കാം. പോഡ്കാസ്റ്റ്, ലൈവ് പോഡ്കാസ്റ്റ്. നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാൻ ആരുമില്ല, എൻ്റെ ആവശ്യമില്ല. ഇരിക്കാൻ പറ്റും, ഇരിക്കും ഇതിനകത്ത്. ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ, അടിച്ചു പോയി. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്നിക്കൽ സെറ്റപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഫ് യു ആർ നോക്കിങ് ഇറ്റ് ഓൺ റോങ് ഡോർ, അതേപോലെ തന്നെ ഇഫ് യു ആർ ഗിവിങ് യുവർ ടൈം ടു റോങ് പേഴ്സൺ, അത് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഭയങ്കര മെൻ്റൽ പ്രഷറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടൊരു സെറ്റപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ടായാലും ചിലപ്പോൾ ഇനി ICT യൂട്യൂബ് ചാനൽ കണ്ട് നിങ്ങൾ സെറ്റപ്പ് ബിൽഡ് ചെയ്തെടുത്ത ആളാണെങ്കിൽ നിങ്ങളൊരു 5 വർഷം കഴിയുമ്പോൾ എഗെയിൻ ആൾക്ക് ജീവനുണ്ട്, ആൾ എല്ലാ വർഷവും സംഭവം ആൾ ജീവനുണ്ട്, അതേപോലെ ആൾ കേപ്പബിൾ ആണെങ്കിൽ, ഹെൽത്ത് ഫുള്ളി ആൾ കേപ്പബിൾ ആണെങ്കിൽ താങ്ക് ഗോഡ് അയാൾ ആയിരിക്കട്ടെ, വർഷങ്ങളോളം ജീവിക്കട്ടെ. അങ്ങനെ ആണെങ്കിൽ ആൾ അത് സംഭവം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതിലിങ്ങനെ കോൺസ്റ്റൻറ്റ് ട്രാപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ ICTയുടെ 2023 മെൻറ്റർഷിപ്പ് കണ്ട് നിർത്തിയ ഒരാളാണ്. 24 ഞാൻ വാച്ച് ചെയ്യാൻ ശ്രമിച്ചു, അതിനകത്തുനിന്ന് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തു, പക്ഷേ അവിടെ നിന്ന് ഞാൻ ക്രാപ്പ് എടുത്ത് കളഞ്ഞു. കാര്യം എനിക്ക് മനസ്സിലായി എനിക്ക് അതിനകത്ത് വേണ്ട സാധനമൊന്നുമില്ല.
അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതായത് നിങ്ങളുടെ ടെക്നിക്കൽ സെറ്റപ്പ്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ലൈക്ക് നിങ്ങളുടെ സൈക്കോളജിയാണ് 80% എന്ന് പറയുന്നത്. ഫക്ക് ദാറ്റ് ഷിറ്റ്. അങ്ങനെ ഒരു സാധനം ഇല്ല. ലൈക്ക് രണ്ടും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന ടെക്നിക്കൽ പാർട്ട് എത്രത്തോളം ക്ലീൻ ആണ് എങ്കിൽ നിങ്ങൾ സൈക്കോളജിക്കലി ബെറ്റർ ആയിരിക്കും. നിങ്ങളൊരു വാറിന് പോകണമെന്ന് വിചാരിക്കുക, നിങ്ങളുടെ കയ്യിൽ ഒരു അടിപൊളി വെപ്പൺ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും. ഇതാരും പറഞ്ഞു തരുന്ന സാധനമല്ല, ഇതാരും ചെയ്യിക്കുന്ന സാധനമല്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഞാനൊരു ഓഫ് റോഡ് ചെയ്യാൻ പോവാണ്, ഒരു പക്ക ഓഫ് റോഡ്. ഞാൻ ഈ ഹിമാലയം കൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് കുറേയും കൂടെ ബെറ്റർ ആയിട്ട് ആ ഓഫ് റോഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു ബൈക്കിനെയും കുറച്ച് പറയല്ല, ഞാനത് സ്പ്ലെൻഡറിലാണ് പോകുന്നതെങ്കിൽ എനിക്ക് ആ പോകുന്ന പോക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല, അത്ര കോൺഫിഡൻ്റ് ആവത്തില്ല. സോ എന്തുകൊണ്ടാണ് അവിടെ ഏറ്റവും മാറ്റർ? അവിടെ എന്താ, ഇനിയിപ്പോൾ സ്കില്ലുള്ളവനാണെങ്കിൽ സ്പ്ലെൻഡർ അല്ല സൈക്കിൾ കിട്ടിയാലും ഇലക്ട്രിക് വണ്ടി കിട്ടിയാലും എടുത്തുകൊണ്ട് പോകുന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ശരിയാണ്. പക്ഷേ ദ ടെക്നിക്കൽ സൈഡ്, ദ ടാഞ്ചിബിൾ അസറ്റ് ഈസ് മാറ്റർ. So it is very important. So find out a setup that you can really lay on for your lifetime, not for a 1 month or 3 month or a 5 month or 1 year. Completely give like നിങ്ങൾക്ക് പിന്നെ അത് തിരിഞ്ഞു നോക്കാനേ പറ്റരുത്, തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം ഉണ്ടാവരുത്. അങ്ങനത്തെ ഒരു സാധനം വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. അല്ല എങ്കിൽ കാര്യമില്ല. ഞാനേ റെക്കോർഡ് ആവുന്നുണ്ടോ നോക്കട്ടെ. റെക്കോർഡായില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് പറയുന്നതൊന്നുമല്ല, പിന്നെ റെക്കോർഡായില്ലെങ്കിൽ എനിക്ക് രണ്ടാമത് പറഞ്ഞ് ഈ സാധനമൊന്നും വരത്തില്ല. അതുകൊണ്ട് എനിക്ക് ഈ സാധനത്തിൽ ഭയങ്കര പേടിയാണ്. ഓക്കെ, ഞാൻ എന്തോ പറഞ്ഞിട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കുക. വാട്ടെവർ നിങ്ങൾ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ പറയുന്ന ഏതെങ്കിലും, ഇപ്പം ഞാൻ പറയുന്നത് യൂട്യൂബിൽ കൂടെ അല്ലേ, അത് നിങ്ങൾക്ക് ശരിയാണ്, ഞാൻ പറയുന്നതും കറക്റ്റ് 100% ശരിയാണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കുക. നമ്മളിപ്പം എന്ത് കാര്യം കേട്ടാലും കണ്ണും പൂട്ടി വിശ്വസിക്കാതെ ചിന്തിച്ച് നോക്കുക. അത് നമുക്കതിനാണല്ലോ ബ്രെയിൻ തന്നിട്ടുള്ളത്. നമ്മളതുകൊണ്ടാണല്ലോ മനുഷ്യൻ. നമ്മൾ ചുമ്മാ ആരും കോഡ് ചെയ്ത് വിട്ടേക്കുന്നതല്ലോ. എന്നോട് ഇത് കുറച്ച് പേര് എന്തോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഹൈഡ്രേഷൻ ബാഗാണ്, വെള്ളമാണ് ഇതിനകത്ത്, അല്ല വേറൊന്നുമല്ല. ഓക്കെ, അപ്പം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ ട്രേഡ് ചെയ്യുന്നത് VLP ILP എന്ന് പറഞ്ഞ സെറ്റപ്പാണ്. ഒന്നുമല്ല, സിമ്പിളൊരു ലിക്വിഡിറ്റി കണ്ടിന്യൂഷനും റിവേഴ്സലും പോലെ ഒരു സംഭവമാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് ടൈമിനെ പ്രയോറിറ്റൈസ് ചെയ്ത് എടുക്കുന്ന ഒരു ട്രേഡ്സാണ് ആ സംഭവം. സോ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെറ്റപ്പ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതെപ്പോഴും ബെറ്ററാണ്. ഇനി VLP ILP എന്ന് പറയുന്ന സെറ്റപ്പ് എനിക്കതിനെ പ്രൈസ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇനി അതിനെപ്പറ്റി പറഞ്ഞില്ല എങ്കിൽ, കാര്യം ഞാൻ പലപ്പോഴും ഞാൻ എൻ്റെ സെറ്റപ്പിനെ പറ്റി അല്ല എൻ്റെ സെറ്റപ്പ് അടിപൊളിയാണെന്നൊന്നും ഞാനെങ്ങും പറഞ്ഞിട്ടില്ല. കാര്യം എനിക്കത് പറയേണ്ട ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ ഈ ഒരു സിനാരിയിൽ അത് പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ അതിനോട് ചെയ്യുന്നൊരു ചതിയാണ്. കാര്യം ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഞാനെന്ന് പറയുന്നൊരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനമല്ല. ഇപ്പോൾ കുറേ പേര് ലൈക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് ആൾക്കാർ കൂടുതൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. എന്നെക്കാളും നല്ലപോലെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അതിലുണ്ട്. നല്ല രീതിയിൽ പേ ഔട്ട് എടുക്കുന്നവരുണ്ട്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 6-ാം തീയതിയാണ്, June 6, 2026. ഇത് NFP ആയിരുന്നു ഇന്നലെ. ഈ കഴിഞ്ഞ വീക്ക് തൊട്ട് ഈ ഒരു മന്ത് ഇപ്പോൾ 6-ാം തീയതി ആയതേ ഉള്ളൂ. ഈ ഒരു കഴിഞ്ഞ മന്ത് തന്നെ ഓൾമോസ്റ്റ് $10,000 പേ ഔട്ടോളം വന്നിട്ടുണ്ട് ഇപ്പം. സോ ഇതെല്ലാം VLP ILPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. വാട്ട്സ് റോങ് ഓൺ ഇറ്റ് ആക്ച്വലി? അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം ലൈക്ക് ആ ഒരു സെറ്റപ്പിൻ്റെ ഒരു ക്രെഡിബിലിറ്റി. ഈവൻ ഇൻ റോങ് മാർക്കറ്റ് കണ്ടീഷൻ, ലൈക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് ന്യൂസൊക്കെ ടെൻറ്ററ്റീവ് ആയിട്ടിരുന്ന സമയത്ത് പോലും ഇറ്റ് ഈൽഡ് വെരി വെൽ. ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് ലൈക്ക് നമ്മൾ ഏത് സെറ്റപ്പ് എടുത്താലും അതിനൊരു വിൻ റേറ്റ് ഉണ്ടല്ലോ. ഇതിനൊരു വിൻ റേറ്റ് ആക്ച്വലി ചില സമയത്ത് ആക്ച്വലി നമുക്കിത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സെറ്റപ്പ് ഫോളോ അപ്പ് ചെയ്താലും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാത്ത അവസ്ഥയും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യുന്ന അവസ്ഥയുണ്ട്. അവിടെയാണ് ആക്ച്വലി നമ്മളിതിനെ ലൈക്ക് മെക്കാനിക്കലിനേക്കാൾ ഉപരി ഒരു ഡിസ്ക്രിഷണറി മെത്തഡ്, ഒരു ലോജിക്കൽ സാധനം ഇതിനകത്ത് അപ്ലൈ ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി നമുക്ക് മനസ്സിലാവുന്നത്. സോ ദാറ്റ്സ് ഓൾ ദ തിങ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി ആരെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുവാണ് ടെക്നിക്കൽ 20%, സൈക്കോളജി 80% എന്ന് പറയുകയാണെങ്കിൽ അവനായിരിക്കും ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യാൻ അറിയാത്തവൻ. കാര്യം ശരിയാണ് ആക്ച്വലി. ഇപ്പം നിങ്ങളെ ഒരു രീതി നോക്കുമ്പോൾ അത് കറക്റ്റ്, പക്ഷേ നിങ്ങൾക്ക് ലൈക്ക് ഒരു പ്രോപ്പർ സെറ്റപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫിയറേ മാറും ആക്ച്വലി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 60% അല്ലെങ്കിൽ ഒരു 60% ടെക്നിക്കൽ എന്നും അല്ലെങ്കിൽ ഓക്കെ സൈക്കോളജിയിൽ നിന്ന് 40% ടെക്നിക്കൽ എന്ന് പറഞ്ഞാലും മേ ബി അതിനൊക്കെ ഇച്ചിരിയെങ്കിലും വേണമെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഈ പറയുന്ന ടെക്നിക്കലിൻ്റെയൊക്കെ വാല്യൂ ഇല്ല എന്ന് പറയുമ്പോൾ ഭയങ്കര അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എൻ്റെ പേഴ്സ്പെക്റ്റീവാണ് ഞാൻ പറയാം. ചിലപ്പോൾ ഐ മൈറ്റ് ബി റോങ്, ഞാനിപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ലൈക്ക് വാട്ട് ഐ ഡു ആഫ്റ്റർ ഐ ഗെറ്റ് മൈ പേ ഔട്ട്. ഇത് യൂഷ്വലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ
ഞാനങ്ങനെ എൻ്റെ പേ ഔട്ട് എല്ലാ വട്ടവും ഒന്നും ഞാൻ റെക്കോർഡ് ചെയ്യാറുള്ളതല്ല. കഴിഞ്ഞ വട്ടം കണ്ടാണ് ഇവനെ വേറെ ലാസ്റ്റ് പേ ഔട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിന് വേണ്ടിയിട്ടല്ല, ഈ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു പേ ഔട്ട് പ്ലസ് മഴ റൈഡ് എന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ ഇറങ്ങിയത്, പക്ഷേ മഴ പെയ്തില്ല. മൈ ബാഡ് ലക്ക്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അപ്പം മെയിനായിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് റിവാർഡ് യുവർ സെൽഫ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് പേ ഔട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പേ ഔട്ട് കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം റിവാർഡ് യുവർ സെൽഫ്. യു ഷുഡ് റിവാർഡ് യുവർ സെൽഫ് ബിക്കോസ് നോബഡീസ് കെയർ. നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഇപ്പം അത് എത്ര രൂപ ആയിക്കോട്ടെ, $2000, $3000, $10,000, $1000, $100, $50 ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക ആ ഒരു പർട്ടിക്കുലർ പൈസയ്ക്ക്. ലൈക്ക് അത് ചെറിയൊരു കാര്യമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഫേവറേറ്റ് ഫുഡ് കഴിക്കുന്നതായിരിക്കാം, ഒരു മന്തി കഴിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ KFCയിൽ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ മെക്ഡൊണാൾഡിൽ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫോൺ മേടിക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരു ഹെഡ്ഫോൺ മേടിക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരു ട്രൈപോഡ് നിങ്ങൾക്ക് വേണ്ടി മേടിക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ്, ഒരു ഷർട്ട് മേടിക്കുന്നതാകാം. ഡു സംതിങ് ടാഞ്ചിബിൾ. ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന ഒരു ടാഞ്ചിബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടാഞ്ചിബിൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഒരു ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ലൈക്ക് യു ക്യാൻ ടച്ച്, യു ക്യാൻ ഫീൽ ഇറ്റ് എന്നുള്ളൊരു സംഭവമാണ് ടാഞ്ചിബിൾ അസെറ്റ്. ആൻഡ് ഇൻടാഞ്ചിബിൾ അസെറ്റ് എന്ന് പറഞ്ഞാൽ സർവീസ്. ടാഞ്ചിബിൾ അസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് എന്ന് വേണം പറയാം. ഇപ്പോൾ നിങ്ങളൊരു ഫോണോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് നിങ്ങളുടെ റൂമിൽ വെക്കുക. ഈ സാധനമൊക്കെ എന്ന് പറയുന്നത് നിങ്ങളെ സൈക്കോളജിയിൽ ഹെൽപ്പ് ചെയ്യും. ഈ സാധനം നിങ്ങൾ എവിടെ നിന്ന് കിട്ടിയേ? എനിക്കിത് കിട്ടിയത് ട്രേഡിങ്ങിലെ വിഡ്രോവൽ എടുത്തപ്പോൾ പ്രോഫിറ്റ് കിട്ടിയതിനകത്തുനിന്ന് ഞാൻ മേടിച്ചതാണ്. സോ ഹൂ ഡിഡ് ഇറ്റ്? യു ഡിഡ് ഇറ്റ്. സോ ദാറ്റ്സ് എ തിങ്. അതൊക്കെ സൈക്കോളജിക്കലി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ്സ് ഓൾ ഇറ്റ്. ഇത്ര ഞാൻ പറയുന്നുള്ളൂ, ഇനി പറഞ്ഞ് കൂട്ടുന്നില്ല. ഇനിയും ലാസ്റ്റായിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറയാണ്. ഡോണ്ട് എവർ തിങ്ക് അബൌട്ട് യു ആർ അൺലക്കി, യു ഡോണ്ട് ഹാവ് എനി ടൈം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം പറഞ്ഞിട്ടുള്ള എല്ലാവരും സ്റ്റാറ്റിക്സിലേക്കാണ് നോക്കുന്നത്. 98% ഫെയിലാണ്, അല്ലെങ്കിൽ 80% ആൾക്കാർ, 80 അല്ല 93%, 95% ആൾക്കാർ ഫെയിലാണ്. അപ്പം ഞാൻ ഫെയിലാകുന്നത് കുഴപ്പമില്ല എന്നാണ് ചിലർ പറയും. ഫെയിലാകുന്നതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. നമ്മൾ ട്രേഡിങ്ങിൽ നമ്മൾ മോട്ടിവേഷനൊക്കെ പറയുമ്പോൾ ഫെയിൽ അഗെയിൻ, ഫെയിൽ ബെറ്റർ, ഫെയിൽ അഗെയിൻ എന്ന് പറയും. ആൻഡ് ട്രേഡിങ്ങിൽ ഓരോ തവണ ഫെയിൽ ആകുമ്പോഴും കയ്യിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെയിലാകുന്നതിൻ്റെ എണ്ണം കുറച്ചിട്ട് ഫൈൻഡ് ഔട്ട് ദ മിസ്റ്റേക്ക് വാട്ട് യു ആക്ച്വലി ഫെയിലിംഗ്, എന്തുകൊണ്ട് ഫെയിൽഡ് ആയി എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് അപ്രോച്ച് ചെയ്ത് അതിനെ കറക്റ്റായിട്ട് ലീഡ് ചെയ്ത് നിങ്ങളുടെ ടെക്നിക്കലി പക്കയാക്കി സൈക്കോളജിയും പക്കയാക്കി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ട്രേഡിങ്ങിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇനി എത്ര ഗിമ്മിക്ക് കാണിച്ചെന്ന് പറഞ്ഞാൽ അതെല്ലാം ഗിമ്മിക്കാണ്. ഇതെല്ലാം ചുമ്മാ കുറേ ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കുന്ന കുറച്ച് റോങ് സ്റ്റോറീസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ട്രേഡിങ് ഭയങ്കര ഹാർഡാണ്, ട്രേഡിങ് ഭയങ്കര ഈസിയാണ്. ഇതെല്ലാം പേഴ്സ്പെക്റ്റീവാണ്. ട്രേഡിങ് എനിക്ക് ഈസിയാണ്, ചിലരൊക്കെ പാടായിരിക്കും. ഇതൊക്കെ ജനറലൈസ് ചെയ്യുന്നതും യൂണിവേഴ്സലാക്കുന്ന ആൾക്കാരെയാണ് ആദ്യം ഇവിടെ നിന്ന് അടിച്ചിറക്കേണ്ടത്. ഇതിപ്പം ഇല്ല, പണ്ട് ഞാനെങ്കിൽ പണ്ടൊരു അക്യൂറിയം മേടിക്കാൻ പോയപ്പോൾ അവിടുത്തെ ചേട്ടൻ, ഞാൻ പറഞ്ഞു ചേട്ടാ ഈ അക്യൂറിയം കൊള്ളത്തില്ലെന്ന് ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ അവർ പറയുന്നത് കേട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞൊരു കാര്യം, എടാ മോനെ, ഇന്നത്തെ കാലത്ത് ഏത് പൊട്ടനും ഒരു ഫോണും ഒരു മൈക്കും ഉണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോ തുടങ്ങാൻ പറ്റും. എന്നെയല്ല കേട്ടോ ഞാൻ പറയാം, ജനറലായിട്ട് പറയാം. കാര്യം കറക്റ്റല്ലേ? എന്തും വേണേൽ വന്ന് വിളിച്ച് പറയാം. അത് വിശ്വസിക്കും. നമ്മൾ കറക്റ്റ് കാര്യം എന്താണെന്ന് നേരത്തെ പറഞ്ഞ് സെലക്റ്റീവ് ആകുക. സെലക്ട് ചെയ്ത് നിങ്ങൾ ഒരു കാര്യം കേൾക്കുമ്പോൾ അത് അതേപടി വിഴുങ്ങാതെ നിങ്ങൾ ചിന്തിക്കുക, ഇത് എന്താണ്, ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ, ഇവൻ പറയുന്നതിൽ എന്താണ്, ഇവൻ പറയാനുള്ള ക്രെഡിബിലിറ്റി ഇവനുണ്ടോ, ഇവൻ എന്താണ് ആക്ച്വലി കിടന്ന് അലയ്ക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കുക. ഇതെല്ലാം ചിന്തിച്ചതിന് ശേഷം വേണം നിങ്ങളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിപ്പോൾ. അത് ട്രേഡിംഗ് എന്നല്ല, നിങ്ങളുടെ ലൈഫിലാണെങ്കിൽ പോലും നിങ്ങളൊരു മൊബൈൽ ഫോൺ മേടിക്കുമ്പോൾ ഉള്ള റിവ്യൂ കാണുവാണെങ്കിൽ പോലും നിങ്ങളത് പോയി യൂസ് ചെയ്ത് അതിൻ്റെ ഇൻഹാൻസ് ഫീലൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾ അതിലേക്ക് റിവ്യൂ കണ്ട് മേടിക്കുന്നതിനേക്കാളും വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് മേടിക്കുക. ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് മേടിക്കാത്ത വണ്ടി എൻ്റെ ഹിമാലയൻ. പക്ഷേ അതിനകത്ത് ഒരിക്കലും ഞാൻ റിഗ്രറ്റ് അല്ല. കാര്യം എനിക്കറിയാം ആ സാധനം എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത്. സോ അത്രയൊക്കെ ഉള്ള കാര്യം. ഞാൻ അവിടെ കാണാൻ നല്ല വ്യൂവിൽ പോയി. ഇത് വ്യൂ ഒക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, പക്ഷേ സുഖമില്ല. ഇനി വെയിലാണ് കണ്ടോ. ഇവിടെ നിന്ന് ഞാൻ ഇപ്പോൾ തണലത്തായിരിക്കുന്നത്, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒടുക്കത്തെ വെയിലാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി വീട്ടിൽ പോകണം. ഇനിയിപ്പോൾ ചിലപ്പോൾ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവത്തുള്ളൂ. ഇന്ന് ശനിയാഴ്ചയാണ്. സോ അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ആൻഡ് അതാണ് പേ ഔട്ട് പ്രോസസ്സ്. ഒന്നുമില്ല, 2 ക്ലിക്കിൽ തീരാമെന്നുള്ളൂ പേ ഔട്ട് പ്രോസസ്സ്. റിക്വസ്റ്റ് പേ ഔട്ട്, ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. വേറെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ട് ശരി, എന്നാൽ താങ്ക് യു ഫോർ യുവർ ടൈം. ആൻഡ് ഇനി തിരിച്ചു പോകുന്നത് എന്തെങ്കിലും വീഡിയോ എടുക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം, അല്ലെങ്കിൽ വീഡിയോ ഇവിടെ സെൻഡ് ആയെന്ന് വിചാരിച്ചോ. ബൈ.